സുമനസ്സുകൾക്ക് മുന്നിൽ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് വൃക്ക തകരാറിലായ രോഗിയും കുടുംബവും. കണ്ണനെല്ലൂർ പറങ്കിമാംവിള വീട്ടിൽ ബഷീറുകുട്ടിയാണ് ചികിത്സാ സഹായം കാത്തുകഴിയുന്നത്. രോഗബാധയെ തുടർന്ന് ബഷീറിന്റെ ഒരു വൃക്ക പൂർണ്ണമായും ഇല്ലാതായി, മറ്റൊരെണ്ണം അണുബാധയിലുമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ കൃഷ്ണയ്ക്കൊക്കെ ഉള്ള ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് 3 ഡോക്ടർ നോക്കിയപ്പോൾ 3 ഡോക്ടറും പറഞ്ഞ് ഇവിടെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വണ്ടിക്കൂലി കൊടുത്ത് മെഡിക്കൽ കോളേജിലൊന്നും പോകാനും വരാനും എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം നീര് കയറി പൊട്ടി വാരി കിടക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ബെൻസീറിൽ ഇന്ന ഒരു ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കാൻ. അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ച ശേഷമാണ് ഈ രോഗത്തെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ 6 മാസത്തിന് മുമ്പ് ഞാൻ കൊണ്ടുപോയി. എനിക്ക് ഒത്തിരി അവിടെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ചിലവായായിരുന്നു. അത് മൊത്തം കടമാണ്. ആ കടം പോലും ഞാൻ ഇന്നുവരെ വീട്ടിയിട്ടില്ല. പലരുടെയും സ്വർണ്ണങ്ങളെടുത്ത് പണയം വെച്ചും എനിക്ക് ലക്ഷങ്ങളോളം എനിക്ക് കടമുണ്ട്. പക്ഷെ പുറം ലോകം അറിയുന്നത് നമ്മളെ കാശുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ നിത്യവൃത്തി കഴിയാൻ പോലും എനിക്ക് അതിനെപ്പറ്റി അറിയാവൂ പോകുന്നത്. ഞാൻ മറ്റൊരാളുടെ അടുത്ത് ഞാൻ ഒരു കാര്യങ്ങളും പറയത്തില്ല. പിന്നെ അറിയാവുന്ന ആളുകളൊക്കെ ചിലവർ 5000 കൊണ്ട് തരും, ചിലപ്പോൾ 2000, 1000, 100 ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം മേടിച്ച് ഞാൻ എൻ്റെ വീട് കഴിയുകയും ചെയ്യും, ഈ മനുഷ്യനെ ഞാൻ നോക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴും ഇതൊന്നും വല്ലാത്ത അവസ്ഥയിൽ വന്ന് 3 മാസം കൊണ്ട് ഈ കിടത്തെ കിടക്കുന്നു. എനിക്കേതേ ആശുപത്രി കൊണ്ടുപോകാനോ അവിടെ കൊണ്ടുപോയി നോക്കാനോ എടുക്കാനോ അതിൻ്റെയുള്ള ചികിത്സകൾ ചെയ്യാനോ ഉള്ള ഒരു നിവൃത്തി എനിക്കില്ല. പല ഡോക്ടറെ അടുത്തും ചെന്നും പറഞ്ഞ് നിങ്ങൾ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി കാല് മുറിക്കണം, ഇന്ന കംപ്ലൈൻറ്റുകളുണ്ട്. ഇപ്പം നൂരത്തത് പോലും ഇല്ല. ഒരു ആംബുലൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ തിരിച്ചു കൊണ്ടുവരാനോ പറ്റും. അതിനുള്ള ആൾക്കാരും വേണം. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ആരും ഒരു ശ്രദ്ധ പോലും ഒരു മനുഷ്യരും നോക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നെന്ന് ആരും അന്വേഷിക്കുന്നത് പോലുമില്ല. പിന്നെ അത്തങ്ങൾ സഹോദരങ്ങൾ മാത്രം വന്ന് ഏതാണ്ട് തിരക്കും, അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ തേച്ച് കുളിപ്പിക്കും, ഇങ്ങനെ കൊണ്ടുപോകും. മലവും മൂത്രവും എല്ലാം പാമ്പസ് മുഖേന ഞാൻ എടുക്കും. എനിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ടുകിടന്ന് ചികിത്സിക്കാനുള്ള ഒരു നിവൃത്തി എനിക്കില്ല. നല്ലവരായ ആൾക്കാർ എന്തെങ്കിലും സഹായിക്കുമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയി ചികിത്സിക്കാം. 10 ദിവസമെങ്കിലും കിടക്കുമല്ലേ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇതിനായിട്ട് ഒഴുങ്ങുന്നത്. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്. ഒരു കിഡ്നി നഷ്ടപ്പെട്ട് ഒരു കിഡ്നിക്കകത്ത് അണുക്കൾ ബാധിച്ചു പോയി. പിന്നെ കാല് മുറിക്കണമെന്ന് പറഞ്ഞ് ക്യാൻസറിൻ്റെ അസുഖമുണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ തകരാറുണ്ട്. അത് 2 സർജറിയൊക്കെ ചെയ്ത ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ഞങ്ങളെ ജീവിതങ്ങൾ അല്ലാഹുവേ, പിന്നെ പടച്ചവൻ കൽപ്പിച്ച കണക്ക് ജീവിക്കാം. ഇത്രയേ ഉള്ളൂ. കണ്ണനെല്ലൂർ പറങ്കിമാംവിള വീട്ടിൽ ബഷീറുകുട്ടിയാണ് രോഗപീഡനങ്ങളാൽ നരകയാതന അനുഭവിക്കുന്നത്. കൂലി ജോലിക്കാരനായിരുന്ന ബഷീറുകുട്ടിക്ക് 2017 ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ ആദ്യം രോഗം പിടിപെടുന്നത്. നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ശ്രീചിത്രയിലായിരുന്നു. പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിലിരുന്നപ്പോൾ ശരീരം കുഴഞ്ഞു വീണതിനെ തുടർന്ന് അയത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കരൾ രോഗം പിടിപെട്ടതായി അറിയിച്ചു. തുടർന്ന് നടത്തിയ ചികിത്സയിൽ അണുബാധയുള്ള കിഡ്നിയിൽ ക്യാൻസർ പിടിപെട്ടതായി അറിയുന്നത്. പ്രമേഹം മൂർച്ഛിച്ചതിനെ തുടർന്ന് വലതുകാലിൽ പഴുപ്പുണ്ടാവുകയും വലതുകാലിലെ തള്ളവിരൽ മുറിച്ചു മാറ്റുകയുമായിരുന്നു. ഈ ചികിത്സയെല്ലാം നല്ലവരായ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സുമനസ്സുകൊണ്ടായിരുന്നു നടന്നതെന്ന് ഭാര്യ റസീന പറയുന്നു. ഈ ശ്വാസം മുട്ട് തുടങ്ങുമ്പോൾ ഓക്സിജൻ ഇല്ലാതെ കഴിയാൻ പറ്റത്തില്ല. അത് ജനങ്ങൾ ആരെങ്കിലും 500 200 തരുന്നത് ഞാൻ വെച്ചിരുന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ ആ ഓക്സിജൻ മേടിച്ച് വെക്കുകയും അതിന് വേണ്ടുന്ന രീതി കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് വേദന കൂടുമ്പോൾ ഞാൻ വയറ്റിനകത്ത് വേദന വെപ്രാളം കൊണ്ട് നിലവിളിക്കുമ്പോൾ അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഗുളികൾ ചോദിക്കും. വലിയ വില കൂടിയ ഗുളിയാണെങ്കിൽ ഞാൻ മേടിക്കത്തില്ല. ചിലപ്പോൾ അവർ തരും, ചിലപ്പം തരത്തില്ല. പിന്നെ അത് തരത്തില്ലെന്ന് പറയും. പിന്നെ ചെറിയ ഗുളികളൊക്കെ ആണെങ്കിൽ വയറ്റ് വേദനയൊക്കെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ. എന്നെ കൊണ്ട് വിളയുമ്പോൾ ആ ഗുളിക പോലും മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അത്രത്തോളമുള്ള വേദനയും നിലവിളിയാണ്. പിന്നെ ഞാൻ
ആരായാലും തരുന്ന കൈ നീട്ടിയാൽ മേടിച്ച് ഉള്ളതുപോലെയൊക്കെ ഈ മനുഷ്യനെ നോക്കും, എടുക്കുകയും ചെയ്യും. ഇത്രയോ എന്നെ കൊണ്ട് കഴിയുന്നുള്ളൂ. അല്ലാതെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അതിന് സർജറികൾ ചെയ്യാനോ കിഡ്നി മാറ്റി വെക്കാനോ ഉള്ള നിവൃത്തികളൊന്നും എനിക്കില്ല. കാല് മുറിക്കാനോ ഉള്ള ഒരു നിവൃത്തികളൊന്നും എനിക്കില്ല. നല്ലവരായ എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് വേണ്ടുന്നത് പോലെയൊക്കെ സഹായിച്ച് എപ്പോഴും ചെന്ന് എനിക്ക് ഇനി അവരെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാനോ എടുക്കാനോ നിവൃത്തിയില്ല. ഈ വേദന കൊണ്ട് പുളഞ്ഞ് നിലവിളിക്കുന്ന കാണുമ്പോൾ ഞാൻ സഹിച്ച് പൊട്ടിക്കരഞ്ഞിട്ടും ഞങ്ങൾക്കങ്ങ് ജീവിതം ഒടുക്കാം എന്നുള്ള തീരുമാനങ്ങൾ വരെ ഞങ്ങൾ വെച്ച് പിന്നും ഒരു ജീവനല്ലയോ, എങ്ങനെ ഞങ്ങൾ അറുത്തുമുറിക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളത് ഇല്ലാതായിരിക്കുന്നത്. അത്രത്തോളം സഹിച്ചു കിടന്ന ഈ വേദന ആരും സഹിക്കത്തില്ല. നിലവിളി റോഡിൽ പോകുന്നവർക്ക് പോലും കേൾക്കാം ഈ കരച്ചൽ എവിടെ നിന്നാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസക്കാലമായി പൂർണ്ണമായും കിടപ്പിലായ ബഷീർ കുട്ടിക്ക് കുടലിലും അണുബാധയായി പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഇദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടായാൽ നൽകേണ്ട ഓക്സിജൻ സിലിണ്ടർ പോലും വാങ്ങാനുള്ള സാമ്പത്തികം ഇന്നിവർക്കില്ല. കൊറോണ വന്നത് മൂലം റസീന 1 മാസം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ റസീന വീട്ടുജോലിക്കും തൊഴിലുറപ്പിനും പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ബഷീർ കുട്ടിയുടെ ചികിത്സാ ചെലവും വീട്ടുവാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വന്നിരുന്നത്. എന്നാൽ റസീനയ്ക്ക് കൊറോണ വന്നതുമൂലം 1 മാസം കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം വീട്ടിലെത്തിയ റസീനയ്ക്ക് കിടപ്പിലായ ഭർത്താവിനെ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലുമാണ്. ബഷീർ കുട്ടി വേദന കൊണ്ട് പൊളയുമ്പോൾ കണ്ടു നിൽക്കാനാകാതെ ഈ ഉമ്മ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ മരുന്നിന് ചെല്ലുമ്പോൾ മരുന്നെടുക്കാൻ പറ്റാതെ തിരിച്ചു വന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. വേദനയാൽ പൊളയുന്ന ഭർത്താവിനെ നോക്കി നെടുവീർപ്പെടാനല്ലാതെ മറ്റൊന്നിനും ഈ വൃദ്ധമാതാവിന് കഴിയുന്നില്ല. മരിക്കണമെന്ന് പലവട്ടം ചിന്തിച്ചുവെങ്കിലും ആയ കാലത്ത് തന്നെ നല്ല രീതിയിൽ നോക്കിയ ഭർത്താവിനെ തന്നോടൊപ്പം മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മനസ്സനുവദിക്കാതെ ഇദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ബഷീർ കുട്ടിയും റസീനയും.